ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന തളർച്ചയാണ്. നമുക്കൊരു ഒരു ഉണർവില്ലായ്മ, ഒരു തളർച്ച. നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിഷമിച്ച് നമുക്കൊരു ഭയങ്കര ടെൻഷനാകുന്ന ഒരവസ്ഥ. അപ്പം അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. ചിലപ്പം അത് നമ്മുടെ വീട്ടിലുള്ളവരാണ് നമ്മളെ പിന്നെ ആ വിഷമത്തിൽ നിന്നൊക്കെ കരകയറ്റുന്നത്. വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ഒരു പരിധിവരെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഷമങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ പറ്റും. നമുക്ക് എവിടുന്നെങ്കിലും സപ്പോർട്ട് കിട്ടുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെ തളർച്ചയിൽ നിന്നും തളർച്ചയിലേക്ക് നമുക്ക് ഡ്രോമയിലേക്ക് വരെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും നമുക്ക് ജീവിതത്തില് നമ്മളെന്തെങ്കിലും കാര്യങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് നമുക്ക് കാര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര തളർച്ചയാവും. അപ്പൊ എന്താ വെച്ചാ മനസ്സിന് നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലക്ഷ്യങ്ങളില് നമ്മൾ എയിം ചെയ്യുക. അപ്പൊ നമുക്കത് ഗ്രാജ്വലി കിട്ടും. നമ്മൾ വലിയ കാര്യങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ എയിം ചെയ്യുക. നമുക്കത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ മനസ്സിന് വളരെ ശക്തിയും ദൃഢതയും കൊടുക്കുക. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചിന്ത വളർത്തുക എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഞാനത് നേരിടും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. നമ്മളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അവർ പറയുന്ന ഉപദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. ജീവിതത്തിൽ തളർന്നു പോകാനും തോറ്റു പോകാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ജയിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ജയിക്കണമെന്നുള്ള നമ്മുടെ തീരുമാനം. അപ്പം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.